Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ചെറിയൊരു തിരക്കുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ കേക്കിൻ്റെ സ്പോഞ്ചുകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ വർക്ക് ഒരു 2-3 കേക്ക് അന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്കാണ് വീട്ടിലെ ഇതുപോലെ മയിൽ വന്നതും അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു 7 മൈലിട്ടാ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെയുള്ള ഓരോ വീടുകളിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതാ എല്ലാ കേക്കും കട്ട് ചെയ്തിട്ട് ലെയറിങ് എല്ലാം ചെയ്തിട്ട് ക്രം കോട്ടിങ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടയർ കേക്കും പിന്നെ നോർമലായിട്ടുള്ള 2 കേക്കുകളും പിന്നെ ഒരു 1/2 kg കേക്കുമാണ് നമുക്ക് ഓർഡർ ഉള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓപ്പൺ ആക്കിയിട്ട് തന്നെ വെക്കുകയാണ്. ഡ്രൈ ആവുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെയിൽ കൊണ്ടുള്ളിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഓരോ കേക്കുകൾ എടുത്തിട്ട് ഞാനിവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണേ. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ 2 കേക്ക് നമുക്കിപ്പോൾ അവഞ്ചേഴ്സ് തീമിലാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണം സ്പൈഡർമാൻ തീമും ഒരെണ്ണം സൂപ്പർമാൻ തീമിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടിനും ഏകദേശം ഒരേ തീമാണ് വന്നിട്ടുള്ളത്. അപ്പം ബ്ലൂ കളറാണ് 2 കേക്കിലും കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത് നിയോൺ ബ്ലൂ ആണ്. അപ്പോൾ അത് കുറച്ച് ഒരു 3-4 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 കേക്കിൽക്കും വേണ്ടിയിട്ടുള്ള ക്രീമിൽ ഞാൻ ബ്ലൂ കളർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്രീം ഉണ്ട് കേട്ടോ, കളർ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കേക്കിലും ചെയ്ത് ബാക്കിയുള്ളത് മറ്റുള്ള കേക്കിലും ആക്കിയിട്ട് 4 കേക്ക് ഞാൻ ബ്ലൂ കളറിലാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിവിടെ ഫൈനൽ കോട്ടിങ്ങും ഫിനിഷിങ്ങും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ വെഡ്ഡിങ് കേക്ക് ഉച്ചക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ 2 ടയർ കേക്ക് ഒരു 2 മണിക്കാണ് ഡെലിവറി ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ഞാൻ ഫൈനൽ കോട്ടിങ് ചെയ്തത്. കാരണം നമുക്ക് ഈ ഒരു കേക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ആയതിൻ്റെ ശേഷം സ്റ്റെൻസിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ സ്റ്റെൻസിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിപ്പിംഗ് ക്രീമിൽ എന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സെയിം കേക്കിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റെൻസിൽ വർക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കേക്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാക്ക് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യലാണ്. ഇത് നമുക്ക് സ്റ്റിക്കിൽ വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. അതിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഓരോ ഫ്ലവേഴ്സിന് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവർ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. തംസി ബേക്സിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. ഇനി കുറച്ച് ഗോൾഡൻ ലീവ്സും അതുപോലെ ടോപ്പറും വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. 2 സൈഡിലായിട്ട് ഓരോ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ലീവ്സ് ഗോൾഡൻ ലീവ്സും അതുപോലെ തന്നെ ഗോൾഡൻ ലീഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറിൽ തന്നെയാണ് ടോപ്പറും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈറ്റ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈവനിങ് ആണ് ഈ ഒരു സൂപ്പർമാൻ്റെയും അതുപോലെ സ്പൈഡർമാൻ്റെയും തീം കേക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഫൈനൽ കോട്ടിംഗ് എല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ടൈമിലാണ് ഈ ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് താഴെ ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് സൂപ്പർമാൻ തീമിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് യെല്ലോ കളറിലുള്ള ഫോണ്ടൻറ്റ് പരത്തി എടുത്തിട്ട് കട്ടർ വെച്ചിട്ട് അതിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള. പിന്നെ എല്ലാ ഡെക്കറേഷൻസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലായിട്ട് നെയിമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി. കുറച്ച് മിക്സ്ഡ് കളറിലുള്ള സ്റ്റാറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഡെക്കറേഷൻ എല്ലാം കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ ആ ഒരു സമയത്തിന് ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ട് തന്നെ ഫോട്ടോ കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കണ്ട സമയത്ത് തന്നെ അവർ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇതിൽ അവർ വിട്ട് തന്ന ഫോട്ടോയിൽ സൂപ്പർ ഡാഡ് എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ട്, അപ്പോൾ അതുകൂടി വേണം എന്ന് പറഞ്ഞു, അതുകൂടി ആഡ് ചെയ്യണം. ആ ഒരു സൂപ്പർ ഡാഡ് എന്നുള്ളത് കണ്ടിട്ടാണ് അവർ ആ ഒരു തീം ആ ഒരു മോഡൽ വിട്ട് തന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഓക്കെ ഞാൻ പറഞ്ഞു എന്നാൽ അത് മാറ്റിത്തരാം. എന്നിട്ട് അവർ പറഞ്ഞ നെയിം താഴെ കൊടുത്താൽ മതി, എന്നിട്ട് നെയിം വെച്ച് കൊടുത്ത് സൂപ്പർ ഡാഡ് എന്ന് മതി, വേറെ നിങ്ങൾ ചേഞ്ച് ഒന്നും വരുത്തണ്ട, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ നെയിം താഴെ കൊടുത്തു, നേരെ എടുത്തിട്ട് താഴെ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം ഉണ്ടായിരുന്നു, പിന്നെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ കൊടുത്ത സമയത്ത് ഈ നെയിം എഴുതിയിട്ടുള്ളത് ബാക്ക് സൈഡിലോട്ടാണ്, ബാക്കിലേക്കായിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിലായിട്ട് ഇങ്ങനെ വരുമ്പോൾ കേക്ക് കാണാനൊരു ലുക്കില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതിനെ ഒന്നുകൂടി റെഡിയാക്കി നിൽക്കണമെങ്കിൽ ടോപ്പിലുള്ള ആ സൂപ്പർമാൻ്റെ ലോഗോ കൂടി നമുക്ക് മാറ്റണം, എന്നാലേ അത് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ടോപ്പിൽ ഫിനിഷിങ് ഒന്ന് കുറയും, എന്നാലും വേണ്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ചു. പക്ഷേ ഈ ഒരു ലോഗോ അതിൽ നന്നായിട്ട് തന്നെ സ്റ്റിക്കായിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീമിൽ കേട്ടോ. എന്നാലും ഈ ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് തന്നെയാണ്, ഫോണ്ടൻറ്റിൻ്റെ ലെയറെല്ലാം കട്ട് ചെയ്യുന്ന ടൂളാണ്, അത് വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ടോപ്പ് ഭാഗം കുറച്ച് സ്റ്റാറുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായ കേക്ക് ആയതുകൊണ്ട് തന്നെ ഫിനിഷിങ് എളുപ്പമായിരുന്നു ചെയ്തെടുക്കാൻ. ഇപ്പോൾ ടോപ്പ് ഭാഗം ഫിനിഷിങ് ചെയ്തെടുത്തു. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഞാനിപ്പോൾ നെയിം കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ സൈഡിലേക്കായിട്ടാണ് ഇതിൻ്റെ ലോഗോ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ സൂപ്പർ ഡാഡ് എന്നുള്ളതും കൂടി ഞാനിപ്പോൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ, ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, കാരണം ടോപ്പിലുള്ളതല്ല, അത് ഒലിച്ചിറങ്ങി വരുമൊന്നുമില്ല. അപ്പോൾ സൂപ്പർ ഡാഡ് എന്നുള്ളത് വെച്ചു, പിന്നെ കുറച്ച് സ്റ്റാറുകളും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോൾ കറക്റ്റ് നെയിമും ഈ ഒരു ലോഗോ എല്ലാം കൂടി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ അത് സൈഡിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു നീറ്റായിട്ട് തന്നെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റുള്ള ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. താഴെ ഭാഗം കുറച്ച് കൂടുതലായിട്ട് നെയിമും വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആ കേക്ക് ഫോട്ടോ എടുത്തു, എന്നിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ബാക്കിയുള്ള അതിൻ്റെ കൂടെ കൊടുക്കാനുള്ള വേറൊരു സ്പൈഡർമാൻ തീമിലുള്ള കേക്കാണ്. അപ്പോൾ സ്പൈഡർമാൻ്റെ ആ ഒരു ഫേസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഒരു റിബണാണ്, റെഡ് റിബണാണ് താഴെ കൊടുക്കുന്നത് കേട്ടോ. ഇത് അധികം കട്ടില്ലാത്ത റിബണാണ്, അത് താഴെ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 9 എന്നുള്ള ഫോണ്ടൻറ്റിൽ 9 എന്നുള്ള കട്ടർ വെച്ചിട്ടാണ് ഈ 9 കൊടുത്തിട്ടുള്ളത്. വെച്ച് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ചെരിവ് വന്നിട്ടുണ്ട് കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ നെയിമിൻ്റെ ഓരോ ലെറ്റേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ എല്ലാം വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കേക്കും ബ്ലൂ കളറിൽ തന്നെ, ഈ കളറിൽ ബാക്കിയുള്ള ഈ വിപ്പിംഗ് ക്രീം ബാക്കിയുള്ളത് വെച്ചിട്ട് തന്നെ ബ്ലൂ കളറിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് ഏത് കളർ വേണമെന്നൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത് കേട്ടോ. ബ്ലൂ കളറിൽ തന്നെ കുറച്ച് റോസറ്റ ഡിസൈനും അതുപോലെ പിങ്ക് കളറിലുള്ളതും കൂടി മിക്സ്ഡ് ആക്കിയിട്ട്, പിന്നെ ഒരു 1/2 kg കേക്ക് കൂടി ഉണ്ട്, അതും ഈ സെയിം ഡെക്കറേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ക്രീമൊന്ന് മെൽറ്റ് ആയത് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ, റെഡ്, അതുപോലെ ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി വന്നിട്ടുള്ള ആ ഒരു മിക്സഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ 2 കേക്കിലും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വന്നിട്ടുള്ള ലുക്ക്. അങ്ങനെ പിന്നെ എല്ലാ കേക്കും 4 കേക്കും പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സൂപ്പർമാൻ അല്ല സ്പൈഡർമാൻ തീമിലുള്ള കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഹാഫ് kg ചെയ്തിട്ടുള്ള കേക്കാണിത്. ഇത് ഹാഫ് kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിൽ നെയിം സെൻട്രലായിട്ട് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഇതിൽ പിന്നെ നെയിം കൊടുത്തിട്ടില്ല കേട്ടോ, സിമ്പിൾ ഡെക്കറേഷനാണ്. അങ്ങനെ പിന്നെ ഒന്നിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും അതുപോലെ ഈ ഒരു വെഡ്ഡിങ് കേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്